വാഹനാപകടത്തിൽ പരിക്കേറ്റ ഇൻഷുറൻസ് ഉള്ള രോഗിക്ക് ചികിത്സ നിഷേധിച്ചതായും കൈക്കൂലി ആവശ്യപ്പെട്ടതായും ആരോപണം. കോഴിക്കോട് മുക്കത്തെ KMCT മെഡിക്കൽ കോളേജിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ കുടരഞ്ഞി സ്വദേശി ഷൈബു ചെറിയാന്റെ ഭാര്യ ഷീബ ഇത് സംബന്ധിച്ച് മുക്കം പോലീസിൽ പരാതി നൽകി. റിപ്പോർട്ടും പൊട്ടും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് സ്കാനൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ സമയം കഴിയല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് കണ്ടാൽ മതി. വെസ്റ്റ് മണാശ്ശേരിയിലുണ്ടായ അപകടത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞാണ് കൂടരഞ്ഞി സ്വദേശിയായ ഷൈബു ചെറിയാന് കാലിന് പൊട്ടലേറ്റത്. ഉടൻ തന്നെ രാവിലെ 10 മണിയോടെ മുക്കത്തിനടുത്തുള്ള KMCT മെഡിക്കൽ കോളേജിൽ ഷൈബുവിനെ എത്തിച്ചെങ്കിലും വൈകിട്ട് 6:30 വരെ ചികിത്സ നൽകിയില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. പ്രാഥമിക പരിശോധന നടത്തിയ ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന കാര്യം ചോദിച്ചിരുന്നതായി ഷൈബുവിന് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു. അതേക്കുറിച്ച് ഷൈബു ജോലി ചെയ്യുന്ന ചിക്കൻ ഏജൻസി ഉടമ അഹമ്മദ് മഹ്റൂഫ് പറയുന്നത് ഇങ്ങനെയാണ്. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 30,000 രൂപ അടയ്ക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ 2 ശസ്ത്രക്രിയ ആവശ്യമാണെന്നും ഒന്നിനു മാത്രമേ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ എന്നും അവർ മറുപടി നൽകി. പിന്നീട് ഗൂഗിൾ പേ ആയി പണം നൽകാൻ തുനിഞ്ഞപ്പോൾ കറൻസിയായി നേരിട്ട് ഏൽപ്പിക്കണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാനാവില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായും അഹമ്മദ് മഹ്റൂഫ് ആരോപിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ബില്ല് തരാൻ പറ്റില്ല ചോദിച്ചാൽ 30,000 രൂപ തരുമ്പോൾ അതിന് ബില്ല് വേണ്ടേ? ഇല്ല, ബില്ല് തരാൻ പറ്റില്ല, ഇത് ഇൻഷുറൻസിൽ പോകുന്ന കേസാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബില്ല് തരാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഒരു വലിയ ഹോസ്പിറ്റലിൽ 30,000 രൂപ തീരുമാനം പ്രൂഫ് വേണ്ടേ? എനിക്ക് നാളെ തെളിവായി ഉണ്ടാവുക, ക്യാഷ് വാങ്ങിയില്ല എന്നും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവിടെ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് എന്നെ പോലീസ് സംസാരിച്ച് എന്നെ പോലീസ് അപ്പം തന്നെ ഇവിടേക്ക് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് PROനെ വിളിച്ച് PRO പറഞ്ഞ് ഒന്നോട്ട് ഇറങ്ങി. തിരിച്ച് അങ്ങോട്ട് ചെന്ന സമയത്ത് അവർ പറഞ്ഞ് എന്നെ വിളിച്ച് കൊണ്ടുപോയി റൂം കൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് പിന്നെ OPയുടെ ചെലവും കാര്യമൊക്കെയാണ്, ഇതൊന്നും പിന്നെ ആരും പറയില്ല, ഇതുപോലെ ക്യാഷ് ആയിട്ട് വാങ്ങി വെക്കലാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒഴിഞ്ഞു മാറി. ഞാൻ നിങ്ങൾ നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ച് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ചപ്പം വെറും 15,000 രൂപയ്ക്ക് ഇപ്പം സർജറി കഴിഞ്ഞിരിക്കുക. ഇത്രയും പാവപ്പെട്ട ജനങ്ങളെ ഇൻഷുറൻസ് പൈസ ഉപയോഗിച്ചുകൊണ്ട് KMCT കൊള്ളയടിക്കുക. ചികിത്സ വൈകുമെന്ന സ്ഥിതി വന്നതോടെ രോഗിയെ ബന്ധുക്കൾ ഡിസ്ചാർജ് വാങ്ങി മുക്കത്തെ തന്നെ മറ്റൊരാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് സംഭവത്തിൽ ഷൈബുവിന്റെ കുടുംബം മുക്കം പോലീസിൽ പരാതി നൽകിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.